Hi all, welcome to M-Favor. So today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂളിന്റെ പേര് വന്നിട്ട് മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സ് എന്ന് പറഞ്ഞുള്ള മൊഡ്യൂളിൽ നിന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതായത് മൊഡ്യൂൾ നെയിം കൂടെ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. മൊഡ്യൂൾ നെയിം വന്നിട്ട് മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൊമേഴ്സിലെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഷെയർ, അതിൽ വന്നിട്ട് ഫസ്റ്റ് ഈ ഒരു മൊഡ്യൂളിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് പോർഷൻ ആണ് ഷെയർ, ഡിബെഞ്ചർ, ഷെയർ ട്രേഡിംഗ്. ഇതിൽ കുറച്ച് പേരെങ്കിലൊക്കെ ഇതിനെക്കുറിച്ച് ഓൾറെഡി ബികോം ഒക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർ, അല്ലെ കൊമേഴ്സ് +2 കൊമേഴ്സ് പഠിച്ചവർക്ക് ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷെ സയൻസ് അങ്ങനെ ഗ്രൂപ്പൊക്കെ പഠിച്ചവര്, BSc പഠിച്ചവർക്കൊക്കെ കുറച്ച് ഇത് ഒരു പരിചയം ഉണ്ടാവില്ല. സോ നമ്മൾ ബേസിക് തൊട്ട് ഇത് ഒന്നുകൂടെ പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ടോപ്പിക്ക് വന്നിട്ട് ഷെയർ, ഡിബെഞ്ചർ, ഷെയർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് എന്താന്നുള്ളത് നോക്കാം. വോയിസ് ഓക്കെ ആണല്ലോ? ഹായ് അനു, ഹായ് സുനിൽ, ദിവ്യ. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുക. ആൻസർ മെസ്സേജ് ആയിട്ട് ചാറ്റ് ബോക്സിൽ ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഈ നോട്ട്സ് വായിച്ചു പോകുന്നതിലും ഭേദം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു ഡിസ്കഷൻ പോലാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഷെയർ എന്താന്നുള്ളതാണ്, ഒരു ഐഡിയ എന്താന്നുള്ളതാണ് ഡിസ്ക്രിപ്ഷൻ വേണ്ടത്. അപ്പൊ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഹിതം എന്നാണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിഹിതം എന്നുള്ളതാണ്. അപ്പൊ ഷെയർ, എന്താണ് ഷെയർ അല്ലെങ്കിൽ ഷെയർ ട്രേഡിങ്, അങ്ങനെ ഷെയർ ട്രേഡിങ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ ഇത് വായിക്കാറുണ്ട്. നമ്മൾ റീസെന്റ് LICയുടെ ഒരു ന്യൂസ്, LIC ഒരു ഷെയർ മാർക്കറ്റില് ഷെയർ ഇൻട്രൊഡക്ഷൻ നടത്തി എന്ന് പറഞ്ഞുള്ള IPO എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിനൊരു 50 lakh rupees ആവശ്യമുണ്ട്. ചിലപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ളതുണ്ട്. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് വരും. മാനുഫാക്ചറിങ് ടൈപ്പ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്തിട്ട് അത് സെല്ല് ചെയ്യുന്നു. അതാണ് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞുള്ള ബിസിനസ് ടൈപ്പ് വരുന്നു. പിന്നെ ചിലത് ബിസിനസ് ടൈപ്പ് സർവീസ് ഓറിയന്റഡ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ സർവീസ് കൊടുക്കുന്ന ഒരു ബിസിനസ് ടൈപ്പ്, അല്ലെ ബിസിനസ് എൻറ്റൈറ്റി, അതാണ് വേറൊരു ടൈപ്പ്. അപ്പൊ അങ്ങനെ ബിസിനസ് തന്നെ പല രീതി വരും. അപ്പൊ ഞാനിവിടെ ഒരു മാനുഫാക്ചറിങ് കമ്പനി കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 50 lakh rupees വേണം. സോ ഈ 50 lakh rupeesന് നമുക്ക് പല രീതിയിൽ ഇത് റേസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകിൽ നമുക്കിതിനെ ഒരു ലോൺ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ലോൺ ആയിട്ട് ബാങ്കിൽ നിന്ന് അപ്ലൈ ചെയ്ത് അങ്ങനെ നമുക്കിത് റേസ് ചെയ്യാം. ഇപ്പൊ ഇതൊരു 50 lakh rupees ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെങ്കിൽ വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ഒരു 50 crore rupees ഒക്കെ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാളോട് മാത്രമായിട്ട് ഇത്രയും, അല്ല എൻ്റെ ഒരു ഫ്രണ്ടിനോട് എനിക്കിപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും എമൗണ്ട് ഒരുമിച്ച് അവർക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് അവിടെയാണ് ഈ പബ്ലിക് ഷെയർ, അതായത് ഷെയർ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് അവിടെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു കമ്പനി കമ്പനി വന്നിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വന്നിട്ട് ഒരു മുത്തൂറ്റ് ഗ്രൂപ്പ്, ഇവര് പബ്ലിക്കിന്ന് നമ്മൾ ഈ എമൗണ്ടിനെ പല ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പബ്ലിക്കിന്ന് ഫണ്ട് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഈ 50 crore റുപ്പീസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇത് പബ്ലിക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, അത് പറഞ്ഞു തരാം. അപ്പോൾ പബ്ലിക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഷെയർസ് നമുക്കുള്ള ഈ 50 crore റുപ്പീസിനെ പല ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 50 crore റുപ്പീസിനെ ഒരു 1000 റുപ്പീസിൻ്റെ വെച്ചിട്ട് നമുക്കിപ്പം ഇത്ര നമ്പർ ഓഫ് ഷെയർസ് വരും. 50 crore റുപ്പീസ് ആണ് ടോട്ടൽ വേണ്ടത്. അപ്പം 1000 റുപ്പീസ് ഒരു ഷെയറിന് വാല്യൂ വെച്ചിട്ട് ഇപ്പം എത്ര വരും, ഒരു കുറേ നമ്പേഴ്സ് വരും. അപ്പോൾ അത്രയും ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം ഷെയർസ്, 5 ലക്ഷം ഷെയർസ് ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ. അപ്പോൾ 5 ലക്ഷം ഷെയർസ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് പബ്ലിക് അത് സബ്സ്ക്രിപ്ഷൻ കൊടുക്കും. പബ്ലിക് അപ്പം ഓരോരുത്തർക്കും ഇപ്പം ഞാൻ അതിൽ നിന്ന് ഇപ്പം കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷെ ഇപ്പം നമുക്ക് പബ്ലിക്കിൽ നിന്ന് ഇപ്പോൾ ഒരാൾ ഒരു എ എന്ന് പറയുന്ന ഒരു പേഴ്സണ് ഒരു ഇപ്പം ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1000 ആണ്. അങ്ങനത്തെ ഒരു 10 ഷെയർസ് എടുത്തു കഴിഞ്ഞാൽ 10,000 റുപ്പീസിൻ്റെ ഷെയർസ് എ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ കിട്ടുന്നു. അതേപോലെ തന്നെയാണ് ബി എന്ന് പറയുന്ന ആളൊരു ഈ ഷെയർസിൻ്റെ 1000ൻ്റെ ഒരു 20 എടുക്കുവാണെങ്കിൽ 20,000 വാല്യൂ ഉള്ള ഷെയർസ് വരും. പിന്നീട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത് ഓപ്പറേഷൻസ് അല്ല, ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഇത് മാനുഫാക്ചറിങ് ഫേം ആയതുകൊണ്ട് ഇവിടെ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയതിന് ശേഷം മാനുഫാക്ചർ ചെയ്ത് ഇത് മാർക്കറ്റിൽ എത്തി സെല്ല് ചെയ്യുന്നു. സെല്ല് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്ത് വരും, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പം പ്രോഫിറ്റ് ഉണ്ടായി കഴിയുമ്പോൾ ഈ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് ഈ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം കിട്ടും. അതായത് ഇപ്പൊ ഈ ഷെയർ മേടിച്ചവരെ എല്ലാം നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. സോ ഇപ്പം എ എന്ന് പറയുന്ന ആൾ ഒരു ഷെയർ ഹോൾഡർ ആണ്, ബി എന്ന് പറയുന്ന ഒരു ഷെയർ ഹോൾഡർ ആണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ എ ബി സി എന്ന് പറയുന്ന കുറേ ആൾക്കാർ ഇതുപോലെ ഒരു കമ്പനിയുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങനെ ഫണ്ട് അവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഫണ്ട് ജനറേറ്റ് ചെയ്തത് ഈ ഷെയർസ് മേടിക്കുമ്പോൾ ഫണ്ട് എ എന്ന് പറയുന്ന ആൾ ഫണ്ട് അടയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്. അതായത് ഈ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ജനറേറ്റ് ചെയ്തത് പബ്ലിക്കിൽ നിന്നാണ്. സോ അങ്ങനെ വരുമ്പോഴാണ് ഇതുവരെയെല്ലാം നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഇവിടെ എ ബി സി. ഇവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒരു നമുക്ക് പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രോഫിറ്റിന്റെ ഒരു പെർസെൻറ്റേജ്, അതായത് എത്ര ഷെയർ ആണോ ഒരാൾ മേടിച്ചിരിക്കുന്നത് അതിന് അനുസൃതമായിട്ടായിരിക്കും നമ്മൾ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഷെയർസിന്റെ ഒരു പ്രോഫിറ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഷെയറിന്റെ പ്രോഫിറ്റ് കൊടുക്കുന്നതിന് നമ്മൾ പറയുന്നത് ഡിവിഡൻഡ് എന്നാണ്. ഡിവിഡൻഡ്. ഇനി ഈ സെന്റൻസ് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. It may not be possible for a single individual to do the needful. In such a case, a group of like-minded people get together and set up a company called joint stock company. Joint stock company. In Companies Act എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ജനറൽ ഇൻഫർമേഷൻ ആണ്. കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. എല്ലാ കമ്പനീസും നമുക്കറിയാം, പബ്ലിക് ലിമിറ്റഡ് കേട്ടിട്ടുണ്ടാവും. പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഉണ്ട്. ഇനി കൂട്ടത്തിൽ പറഞ്ഞു പോവാണ്. പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ പബ്ലിക് കമ്പനീസിനാണ് ശരിക്കും ഇങ്ങനെ പബ്ലിക്കിൽ നിന്ന് തന്നെ ഷെയർസ് കൊടുത്ത് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആണ്. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്, ഈ കമ്പനീസ് ഒക്കെ ഒരു കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് കമ്പനീസ് ആക്ട്. ഈ കമ്പനീസ് ആക്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ശരിക്കും ഒരു ബേസിക് ആയിട്ടുള്ള ആക്ട് എന്ന് പറഞ്ഞ കമ്പനീസ് ആക്ട് ഒരു ചെയ്തിരുന്നു. പിന്നെ അതിന് നമുക്കറിയാം എല്ലാ ആക്ടും ലോയും ഒക്കെ
വീണ്ടും വീണ്ടും അമെൻമെന്റ്സ് നടക്കും. അങ്ങനെ അമെൻമെന്റ്സ് നടന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന കമ്പനീസ് ആക്ട് 2013. ഈ കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഉണ്ട്, ആ ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് നമ്മുടെ കമ്പനീസ് എല്ലാം വർക്ക് ചെയ്യേണ്ടത്. അപ്പം ഈ കമ്പനീസ് ആക്ട് ഒബേ ചെയ്യുന്ന കമ്പനീസിനൊക്കെ ഇതുപോലെ ഷെയർസ് കൊടുക്കാനും ഫണ്ട് റേസ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ അവർക്കാണ് ഉള്ളത്. ഇവിടെ പറയുന്നുണ്ട് ക്യാപിറ്റൽ എമൗണ്ട്. ഇനി ക്യാപിറ്റൽ എമൗണ്ട് എന്താണെന്ന് പറയാം. നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എമൗണ്ടിനെ, അല്ലെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ എനിക്ക് 50 crore rupees ആണ് ഒരു മാനുഫാക്ചറിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ടത്. സോ ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 50 crore rupees ആണ്. സോ ഇവിടുത്തെ ക്യാപിറ്റൽ എമൗണ്ട് 50 crore ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ 50 crore rupees എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള, ഇതൊരു മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള മെഷീനറീസ് വേണം, ലാൻഡ് വേണം, പ്രൊഡക്ഷൻ യൂണിറ്റ് വേണം, അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഷെയർ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ പറയുന്നത് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻറ്റു കൺവീനിയന്റ് യൂണിറ്റ് ഓഫ് ഈക്വൽ വാല്യൂ കോൾഡ് ഷെയർസ്. ഇനിയും ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഷെയർ എന്ന് പറയുന്നത് എന്താണ്? ഷെയറിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻറ്റു കൺവീനിയന്റ് യൂണിറ്റ് ഓഫ് ഈക്വൽ വാല്യൂ ആൻഡ് ഈച്ച് യൂണിറ്റ് ഈസ് കോൾഡ് എ ഷെയർ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 50 crore rupees ആണ് വേണമെങ്കിൽ ഇതിനെ ഒരു എത്ര റുപ്പീസ്, നമുക്കൊരു 1000 rupees, ഒരു ഷെയറിന് 1000 rupees ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ നമുക്കൊരു 50 ലക്ഷം അല്ലെ 5 ലക്ഷം, 5 lakh or 50 lakh യൂണിറ്റ്സ് ഓഫ് ഷെയർസ് ആയിരിക്കും നമുക്കിവിടെ വരുന്നത്, നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഓരോ ഷെയറിനെയാണ് ഈ 1000 rupees വാല്യൂ വരുന്ന ഓരോ യൂണിറ്റിനെ ആയിരിക്കും നമുക്ക് ഒരു ഷെയർ എന്ന് വിളിക്കാവുന്നത്. പിന്നെ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ആർക്ക് വേണേ, എനി പബ്ലിക് മെമ്പർ ക്യാൻ പർച്ചേസ്, അതായത് an individual who purchases possess the share of the company is called a shareholder of the company. ഷെയർ മേടിച്ചിരിക്കുന്ന ആളെയാണ് നമുക്ക് ഷെയർ ഹോൾഡർ എന്ന് പറയാം. പിന്നെ നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർ മേടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അതായത് നമ്മൾ ഇത്ര എമൗണ്ട് ഷെയർ കമ്പനിയുടെ മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ക്യാപിറ്റൽ എമൗണ്ടിന്റെ ഒരു ഷെയർ നമ്മൾക്കുണ്ട് എന്നുള്ളതിന് ഒരു സർട്ടിഫിക്കറ്റ് വരും. അതിന് നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഷെയർ സർട്ടിഫിക്കറ്റ്. പിന്നെ ഷെയർ വാല്യൂസ് ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ വരുമ്പോൾ പെർ വാല്യൂ ഉണ്ട്. ഷെയറിന് 2 വാല്യൂ ഉണ്ട്, പെർ വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ എന്നുണ്ട്. ഇതിൽ പെർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ വാല്യൂ ഓഫ് ദി ഷെയർ ആണ്. ഷെയർ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും ഒറിജിനൽ വാല്യൂ ഓഫ് ദി ഷെയർ. അതിനെയാണ് നമ്മൾ പെർ വാല്യൂ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്, പെർ വാല്യൂ ഓർ ഫേസ് വാല്യൂ. പിന്നെ ഡിവിഡൻഡ്, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഒരു പ്രൊഡക്ഷൻ ഒക്കെ നടന്നതിന് ശേഷം അത് ഏൺ ചെയ്യുമ്പോൾ, പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോഫിറ്റിനെ എന്ത് ചെയ്യണം, നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് ഈക്വലി ആണോ ഡിവൈഡ് ചെയ്യുന്നത്? അല്ല, ഓരോ ഷെയർ ഹോൾഡറും, ഇപ്പൊ എ എന്ന് പറയുന്ന പേഴ്സൺ, നമ്മൾ പ്രീവിയസ്ലി ഒരു എക്സാമ്പിൾ പറഞ്ഞു, എ എന്ന് പറയുന്ന ആളൊരു 5 shares ആയിരിക്കും മേടിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഡിവിഡൻഡ് കിട്ടും. ബി എന്ന് പറയുന്ന ആൾ ഇപ്പൊ 3 shares ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഡിവിഡൻഡ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വേറൊരു പോയിന്റ് കൊണ്ട്, ഇപ്പൊ ഒരു മാനുഫാക്ചറിങ് ഫേം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടന്നു, ഒരു ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
ഫേം പ്രൊഡക്ഷനൊക്കെ നടന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിനെ ആയിരിക്കും ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ റീറ്റെയിനിങ് സം പ്രോഫിറ്റ് ഫോർ റണ്ണിങ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇഫ് റേസ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഈസ് ഡിവൈഡഡ് എമംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. സോ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ഒരു കമ്പനിക്ക് ഒരു 1 മന്ത് കഴിയുമ്പോൾ ഒരു ഇത്ര എമൗണ്ട് പ്രോഫിറ്റ് കയറിയെങ്കിലും ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് ആയിരിക്കില്ല നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. ഈ പ്രോഫിറ്റിൽ തന്നെ നമുക്ക് എക്സ്പെൻസ് എല്ലാം കുറയ്ക്കണം. അപ്പം അതായത് പ്രോഫിറ്റ് മൈനസ് എക്സ്പെൻസ്, അപ്പം നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റ് വാല്യൂ ആണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. മീൻസ് ഇതിൽ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ചിലർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം, ചിലർക്ക് ഇത് ബേസിക് ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ആ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിവിഡൻഡ് എന്താണ്, ഷെയർ എന്താണെന്നുള്ളതാണ് ഇപ്പം മെൻഷൻ ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഒരു ടൈപ്സ് ഓഫ് ഷെയർ, അതായത് ഷെയർ തന്നെ 2 രീതിയിലുണ്ട്. അത് ഫസ്റ്റ് നെയിം വന്നിട്ട്, പിന്നെ നിങ്ങൾ ഈ ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ചിലർക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പം മുത്തൂറ്റ് ഗ്രൂപ്പ്, മണപ്പുറം ഫിനാൻസ്, അങ്ങനെയൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആഡ് കൊടുക്കും. ആഡ് കൊടുത്തിട്ട് അവർ പറയും ഇങ്ങനെ പെർ വാല്യൂ ഉള്ള ഷെയർസ് ഇത്ര ഫണ്ട് നമ്മുടെ ഇതിൽ നിന്ന് നമ്മൾ പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ പബ്ലിക് ഇഷ്യൂവിൽ ഇത്ര ഫണ്ട് പബ്ലിക്കിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. സോ അവർക്ക് ആ ഫണ്ട് വേണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ മിക്കവാറും ഒരു ന്യൂസ് പേപ്പറിലൊക്കെ ഇതുപോലത്തെ അഡ്വർടൈസ്മെന്റ് വരുന്നതാണ്. സോ അതാണ് നമ്മുടെ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടാണ് ഇവർ പബ്ലിക്കിന് ഈ ഇൻഫർമേഷൻ വരുന്നത്. പിന്നെ ഇവരുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ വിടും. അങ്ങനെയാണ് ഇതുപോലെ കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം എങ്ങനെയാണ് ഷെയർസ് തന്നെ 2 രീതിയിലുണ്ട്. അത് ഒന്നാമത്തത് പ്രിഫേർഡ് ഷെയർ എന്ന് പറയുന്നത്. അപ്പൊ പേര് പറയുന്നപ്പോൾ തന്നെ അറിയാം, ഒരു പ്രിഫറൻസ് ഉള്ള ഷെയർ ആണ് പ്രിഫേർഡ് ഷെയർസ്. സെക്കൻഡ് വൺ ഓർഡിനറി ഷെയർസ്, ഓർഡിനറി അല്ലെ കോമൺ ഷെയർസ്. പ്രിഫേർഡ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കമ്പനിക്ക് ഒരു there are the shares on which fixed amount of dividend, അതായത് പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിവിഡൻഡ് കിട്ടും എന്ന് പറഞ്ഞല്ലോ. അപ്പം ഡിവിഡൻഡ് കിട്ടുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. നോർമലി ഓർഡിനറി അല്ലെങ്കിൽ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്ക് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കിട്ടുന്നതിനനുസരിച്ചായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അനുസരിച്ചായിരിക്കും. ഇപ്പൊ പ്രോഫിറ്റ് ഒരു മന്ത് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചായിരിക്കും ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. അപ്പൊ ചില മന്ത് വളരെ കുറച്ച് പ്രോഫിറ്റ് ആണ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് വളരെ കുറഞ്ഞ എമൗണ്ടേ കിട്ടുള്ളൂ. പക്ഷെങ്കിൽ പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്കൊരു പ്രിഫറൻസ് ആണ് എപ്പോഴും. അതായത് അവർക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കും കിട്ടുന്നത്. അതായത് പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സ് they get fixed amount of dividend. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് തമ്മിൽ പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സും ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ള ഡിഫറൻസും അതാണ്.
പിന്നെ ഫേസ് വാല്യൂ നമ്മുടെ ഷെയർ നമ്മൾ പറഞ്ഞിരുന്നു ഷെയറിനൊരു ഫേസ് വാല്യൂ ഉണ്ട്, ഫേസ് വാല്യൂ അല്ലെങ്കിൽ പെർ വാല്യൂ. അതായത് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിന്റെ വാല്യൂ ആണ്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന വാല്യൂ ആണ് ഫേസ് വാല്യൂ അല്ലെ പെർ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അത് തന്നെയാണ് ഷെയർ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. നമുക്കറിയാം ഷെയർ ട്രേഡിംഗ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഷെയറിനെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ അതായത് ഷെയർ ട്രേഡ് ചെയ്യുക, അതായത് മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യാം, മറ്റുള്ളവർ നമുക്ക് പർച്ചേസ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ട്രേഡിംഗ് നടക്കുന്നുണ്ട്. അത് നമ്മൾ വിശദമായിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഷെയർ ട്രേഡിംഗ് നടക്കുമ്പോൾ മാർക്കറ്റ് വാല്യൂ, അതായത് ഈ ഒരു ഷെയറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ വാല്യൂനാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഡെഫിനേഷനിൽ എഴുതിയിട്ടുണ്ട്, മാർക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് ഈ ഒരു നമ്മുടെ ഷെയറിനെ സെല്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രേഡിംഗ് നടക്കുമ്പോൾ അതിന് മാർക്കറ്റിലുള്ള വാല്യൂ ആണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഷെയർ എന്ന് പറയുന്നത്. സോ ആ വാല്യൂ ഫേസ് വാല്യൂ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കില്ല, ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കാം മാർക്കറ്റ് വാല്യൂ, അല്ലെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാൾ കുറവായിരിക്കും മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് വാല്യൂ ഫേസ് വാല്യൂ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഷെയർ പെർ എന്ന് പറയും. ഷെയർ ഈസ് സെയ്ഡ് ടു ബി പെർ. പിന്നെ മാർക്കറ്റ് വാല്യൂ ഷെയർ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ, കൂടുതലാണ്, ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് അതിനെ പറയാം പ്രീമിയം എന്ന് പറയും. ഇതിപ്പോൾ നമുക്ക് എക്സാമിന് മാത്രമല്ല, അല്ലാതെ തന്നെ ജനറലി നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാനും ഇത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പെർ വാല്യൂ, പ്രീമിയം, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ ഈസ് ലെസ് ദാൻ ഫേസ് വാല്യൂ ആണ്, ഇറ്റ് ഈസ് സെയ്ഡ് ടു ബി ബിലോ പെർ അല്ലെങ്കിൽ അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയും. അപ്പോൾ ഫേസ് വാല്യൂ ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ആണെങ്കിൽ അറ്റ് പെർ വാല്യൂ എന്ന് പറയും. മാർക്കറ്റ് വാല്യൂ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇത് പ്രീമിയം. മാർക്കറ്റ് വാല്യൂ ലെസ് ദാൻ ഫേസ് വാല്യൂ ആണെങ്കിൽ അറ്റ് എ ഡിസ്കൗണ്ട്. ഇങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ നമുക്ക് ഫേസ് വാല്യൂടെ കമ്പയർ ചെയ്യുമ്പോൾ 3 രീതിയിലായിരിക്കും വരുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം, എന്താണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ ആണ്, രാംലാൽ ഹാസ് 200 ഷെയർ ഓഫ് പെർ വാല്യൂ ₹10 ഈച്ച്. അതായത് 200 ഒരു രാംലാൽ എന്ന് പറയുന്ന ആൾക്ക് മേടിച്ച ഷെയർസ് ആണ്, ഷെയർസിന്റെ എണ്ണമാണ് 200 ഷെയർസ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ കമ്പനി ഡിക്ലെയർ ആൻ ആനുവൽ ഡിവിഡൻഡ് ഓഫ് 8%. ഇപ്പൊ കമ്പനിയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് എത്ര ശതമാനം ഇത് കൊടുക്കണം എന്നുള്ളത്. കമ്പനി ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് ആനുവൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 8%. അപ്പം അതിന്റെ ഡിവിഡൻഡ് റിസീവ്ഡ് ബൈ രാംലാൽ എന്ന അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, കാരണം ഇവിടെ 200 ഷെയർസ് ഉണ്ട്, അതിന്റെ ഈച്ച് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. സോ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് 200 ആണ്. പെർ ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ
ഫേസ് വാല്യൂ അല്ലെങ്കിൽ പെർ വാല്യൂ 10 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വാല്യൂ ഷെയർസ് എന്ന് പറയുന്നത് 200 ഇൻറ്റു 10 ആണ്. സോ നമുക്ക് വന്നിട്ട് 2000. ഇനി ഡിവിഡൻഡ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഈ കിട്ടിയ വാല്യൂവിന് വാല്യൂ ഓഫ് ഷെയർസിനാണ് ഡിവിഡൻഡ് വരുന്നത്. സോ ഈ 2000 റുപ്പീസിന് ഡിവിഡൻഡ് എന്ന് പറയുന്നത് 8% ആയിരിക്കും. അപ്പൊ 2000 ഇൻറ്റു 8%. 8% 8/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 160. അപ്പം ഒരു ഷെയറിന് ഇവിടെ 2000 ആയതുകൊണ്ടാണ് ഡിവിഡൻഡ് 160 റുപ്പീസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് a company has issued 25,000 shares of par value of 100 each. അപ്പം നമ്പർ ഓഫ് ഷെയർസ് 25,000 ആണ്. അതിന്റെ പെർ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ ടോട്ടൽ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇവിടെ കിട്ടും. ഇഫ് ദ ടോട്ടൽ ഡിവിഡൻഡ്, അപ്പൊ ടോട്ടൽ ഇവിടെ തന്നിരിക്കുന്നത് ഡിവിഡൻഡ് ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ ഡിവിഡൻഡ് ഡിക്ലെയർ ബൈ ദ കമ്പനി എന്ന് പറയുന്നത് 2 lakh. അതിന്റെ റേറ്റ് ഓഫ് ഡിവിഡൻഡ്, അപ്പം പെർസെൻറ്റേജ് ആണ്, എത്ര പെർസെൻറ്റേജ് ആണ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്തത് എന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടുണ്ട്, ടോട്ടൽ ഡിവിഡൻഡും തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് നമ്മുടെ ടോട്ടൽ ഷെയർ വാല്യൂ എന്ന് പറയുന്നത്. എത്ര ഷെയർസ് ഉണ്ട് അതിനെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് വെച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചെയ്യുമ്പോഴാണ് ഡിവിഡൻഡിന്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നേരെ തിരിച്ച് ഇവിടെ തന്നിരിക്കുന്ന ഡിവിഡൻഡ് വാല്യൂ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടുണ്ട്. അപ്പോൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, ഡിവിഡൻഡ് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. സോ നമുക്ക് 2 lakh ഡിവൈഡ് ബൈ 25,000 വരും. സോ റുപ്പീസ് 8 ആയിരിക്കും വരുന്നത്. അപ്പൊ ഡിവിഡൻഡ് പെയ്ഡ് പെർ ഷെയർ, ഒരു ഷെയറിന് 8 റുപ്പീസ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പെർ വാല്യൂ ഓഫ്, ഒരു ഷെയറിന്റെ പെർ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പം റേറ്റ് ഓഫ് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുന്നത് 8% ആയിരിക്കും. കാരണം ഇവിടെ ഡിവിഡൻഡ് പെയ്ഡ് പെർ ഷെയർ എന്ന് പറയുന്നത് 8 റുപ്പീസ് ആണ്. പെർ വാല്യൂ ഓഫ് എ ഷെയർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ പെർസെൻറ്റേജ് വരുമ്പോൾ നമുക്ക് 8% വരും. റേറ്റ് ഓഫ് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുമ്പോൾ 8/100 വരും. സോ 8% വരും. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ, രണ്ട് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഒരു 1 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം.
ഈ പ്രോബ്ലം ചെയ്ത് ഡൗട്ട് ഉണ്ടോ? കാരണം ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്ത ഒരേ ഇക്വേഷൻ ആണ്. സെക്കൻഡ് കേസ് വന്നപ്പോൾ നമുക്ക് ഡിവിഡൻഡ് ആണ് തന്നത്. പിന്നെ നമുക്കിവിടെ ഈ ഒരു പബ്ലിക് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞൊരു ഇത് നമുക്കിപ്പോൾ ഇതുപോലെ ഷെയർ ഒക്കെ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഷെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അതായത് ഞാൻ പറഞ്ഞൊരു അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഒരു ഇത് വരും. ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ അങ്ങനെ റീസെന്റ് ഉള്ള ഇപ്പോൾ സൈറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ട് വരും. അതായത് ഇങ്ങനെ ഷെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസ്പെക്ട്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ, കുറേ കണ്ടീഷൻസ്, എഗ്രിമെന്റ്സ് ഒക്കെ വരും. അപ്പൊ ചിലപ്പോൾ അതിൽ ഓൾറെഡി എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് ചിലപ്പോൾ നമുക്കറിയാലോ. ഇപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടു, ചിലപ്പോൾ 8% ആയിരിക്കാം, ചിലപ്പോൾ 10%, അങ്ങനെ പല പെർസെൻറ്റേജ്. അത് കമ്പനിയുടെ ചിലപ്പോൾ അത് നേരത്തെ തന്നെ ഡിസൈഡഡ് ആകാം, അല്ലെങ്കിൽ അത് പിന്നീട് ചേഞ്ച് ആവാം, അങ്ങനെയായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. അപ്പം ഈ കമ്പനിക്ക് കുറച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് ഡിസിഷൻ ടോപ്പ് മാനേജ്മെന്റ്. അപ്പൊ അവരായിരിക്കും ഇങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ, കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അപ്പൊ സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രോസ്പെക്ടസിൽ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും അവരും ഇതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും റേസ് ചെയ്യുന്നത്. കാരണം ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ആ ഒരു കമ്പനിയുടെ ഗ്രോത്തിൽ അല്ലെങ്കിൽ ഇതിൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളൊരു ഇതാണ് വരുന്നത്. കാരണം നമ്മളും കൂടെയാണ് ആ ഫണ്ട് കൊടുത്തിരിക്കുന്നത്, റേസ് ചെയ്തേക്കുന്നത്. നമുക്കും ആ കമ്പനിയുടെ വളർച്ചയിൽ ഒരു അതനുസരിച്ചായിരിക്കും നമുക്കും ബെനിഫിറ്റ് കിട്ടുന്നത്. ഇനി സ്റ്റോക്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റോക്ക് ആൻഡ് ബ്രോക്കറേജ്, അപ്പൊ ബ്രോക്കറേജ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഈ ബ്രോക്കറേജ് എന്ന് പറയുന്നത് കമ്മീഷനാണ്. അത് നമുക്ക് ട്രേഡിംഗ് വരുമ്പോഴാണ് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ബ്രോക്കറേജ് എന്ന് പറയുന്നത് നമ്മളൊരു ചാർജ് കൊടുക്കും, അതായത് ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മീഷൻ കൊടുക്കുന്നതാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡിംഗ് നടത്തുമ്പോൾ ഒരു കമ്മീഷനായിട്ടൊരു വാല്യൂ പോവും. അതാണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത്. നമ്മൾ ഷെയർ ട്രേഡിംഗ് വിശദമായിട്ട് പഠിക്കുമ്പോൾ അതിൽ ഒന്നുകൂടെ വരുന്നുണ്ട്.
ഇനി സ്റ്റോക്ക് എന്താണെന്ന് നോക്കാം. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇപ്പോൾ പേഴ്സൺ ഹോൾഡ് 500 ഷെയർസ് ഓഫ് കമ്പനി ഓഫ് പെർ വാല്യൂ 100 ഈസ് സേ ടു ബി ഹോൾഡ് റുപ്പീസ്. അതായത് ഇവിടെ ഒരാൾ 500 ഷെയർസ്, അതിന്റെ ഒരു വാല്യൂ, ഒരു ഷെയറിന്റെ വാല്യൂ 100 റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ആള് 500 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 50,000 റുപ്പീസിന്റെ ഷെയർസ് ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം? സ്റ്റോക്ക് എന്ന് പറയും. സ്റ്റോക്ക് എന്ന് പറയും. ഇനി ഡിവിഡൻഡ്. ഇനി the stocks are referred to by the rate of dividend. റേറ്റ് ഓഫ് ഡിവിഡൻഡ് വെച്ചിട്ടാണ് സ്റ്റോക്കിനെ നമ്മൾ റെഫർ ചെയ്യുക. അതായത് ഇപ്പം ഇവിടെ ഈ കേസിൽ 100 റുപ്പീസ് സ്റ്റോക്ക്, ഇവിടെ 10 ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. നോക്കിയേ, ഇഫ് ദ ഡിവിഡൻഡ് ഓൺ ഇവിടുത്തെ 100 റുപ്പീസിന് സ്റ്റോക്കിന് നമുക്ക് 100 റുപ്പീസ് എന്നല്ല 100 സ്റ്റോക്ക് എന്ന് പറയാം. 100 സ്റ്റോക്ക് ഈസ് ₹10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 10% സ്റ്റോക്ക് എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ കൂടുതലായിട്ട് വരുന്ന ഷെയർ ട്രേഡിങ്ങിലാണ് സ്റ്റോക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ വിശദമായിട്ട് വരുന്നത്. പിന്നെ ബ്രോക്കറേജ്, അത് സ്റ്റോക്ക് നമ്മൾ മാർക്കറ്റിൽ ഒരു ബ്രോക്കർ വഴിയായിരിക്കും വരുന്നത്. അപ്പോൾ അവർ ആ ബ്രോക്കർ ചാർജ് ചെയ്യുന്ന ഒരു സ്മോൾ എമൗണ്ട്, അവരുടെ സർവീസിന് വേണ്ടി ചാർജ് ചെയ്യുന്ന ഒരു സ്മോൾ എമൗണ്ടിനാണ് നമുക്ക് ബ്രോക്കറേജ് എന്ന് പറയുന്നത്. പിന്നെ ഇൻകം ഓൺ എ സ്റ്റോക്ക്. നമുക്കുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു നമ്മൾ എത്ര വാല്യൂന്റെ ഷെയർ ആണ് ഹോൾഡ് ചെയ്യുന്നത് അതിനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ഇൻകം ഓൺ എ സ്റ്റോക്ക്, ഒരു സ്റ്റോക്ക് നമ്മൾക്ക് ഉണ്ടെങ്കിൽ അപ്പൊ അതിന് എത്ര ഇൻകം നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇൻകം ഓൺ എ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിന് നമുക്ക് കിട്ടുന്ന ഇൻകം, അതായത് നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് അതാണല്ലോ പ്രോഫിറ്റിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ആണ് നമുക്ക് ഇൻകം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫൈൻഡ് ദി ഇൻകം ഓൺ 8% ഓഫ് സ്റ്റോക്ക് ഓഫ് 46,000 റുപ്പീസ് പർച്ചേസ് അറ്റ് ₹120. അപ്പൊ 3 കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ്? 8% ഓഫ് സ്റ്റോക്ക്, 8% ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 46,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പർച്ചേസ് ചെയ്തത് 120 റുപ്പീസിനാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്, ഫേസ് വാല്യൂ ഓഫ് ദി സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. എത്രയാണ്? ₹46,000 ആണ് എന്ന് പറയും. 100 റുപ്പീസിന്, അതായത് ഇവിടെ പറയുന്നുണ്ട് ഇൻകം ഓൺ 8% സ്റ്റോക്ക് ഓഫ് ₹46,000 എന്ന്. അപ്പം 100 റുപ്പീസിന് ഇൻകം എന്ന് പറയുന്നത് 8 റുപ്പീസ് ആയിരിക്കും. ഇൻകം ഓൺ ₹100 എന്ന് പറയുന്നത് 8 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിനെ ഇൻകം ഓൺ ഈ 46,000 നമുക്ക് എങ്ങനെ ചെയ്യാം? 8/100 × 46,000 എന്ന് ചെയ്യാം. ഇൻകം ഓൺ ₹8 എന്ന് പറയുന്നത് ₹100 എന്ന് പറയുന്നത് 8 ആണ്. സോ നമുക്ക് 8/100 എടുക്കണം. ഇൻറ്റു 46,000 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ ഇൻകം ഓൺ 46,000 കിട്ടിയ ഇൻകം എത്ര ആണെന്നുള്ളത് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയണോ?
അതായത് നമുക്ക് സ്റ്റോക്ക് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം. നമുക്ക് ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മളിപ്പോൾ പറഞ്ഞ എത്ര ഷെയർ നമുക്കുണ്ട് അല്ലെ ആ വാല്യൂവിനാണ്. ഇപ്പം 100 രൂപയുടെ ഒരു 5 ഷെയർ മേടിച്ചെങ്കിൽ 5000 റുപ്പീസിന്റെ ഇതാണ്. അപ്പം ഇതിനെ നമുക്ക് ഒരു സ്റ്റോക്ക് എന്ന് തന്നെ പറയാം, കാരണം ഇത് നമുക്ക് ഷെയർ ആണല്ലോ. അപ്പം അതിനെ തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോക്കിനെ നമുക്ക് എത്ര റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്നുള്ള രീതിയിലാണ് നമുക്ക് അത് പറയുന്നത്. എത്ര ഡിവിഡൻഡ് കിട്ടി എന്നുള്ള രീതിയിലാണ് സ്റ്റോക്കിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതായത് 100 റുപ്പീസിന് 10 രൂപയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ 10% സ്റ്റോക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഇപ്പോൾ മനസ്സിലായോ? അതായത് 100 റുപ്പീസ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കണം. 100 രൂപയ്ക്ക് 10 രൂപയാണ് നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ 10% സ്റ്റോക്ക് എന്ന് പറയും. പിന്നെ അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 125 റുപ്പീസ് ആണെങ്കിൽ നമുക്ക് പറയാം 10% ഓഫ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു റുപ്പീസ് 125. അപ്പം ഈ കിട്ടുന്ന സ്റ്റോക്കില് 100 റുപ്പീസിന് എത്ര ഡിവിഡൻഡ് കിട്ടുന്നു അതാണ് 10 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10% സ്റ്റോക്ക് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പൊ അതാണ് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ. ഒന്നുകൂടെ നോക്കിക്കേ, ഇപ്പൊ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടോ? ഫൈൻഡ് ദി ഇൻകം ഓൺ 8% സ്റ്റോക്ക് എന്നാ പറഞ്ഞേക്കുന്നത്. 8% സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 റുപ്പീസിന് 8, അല്ലെങ്കിൽ 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം 8 ഡിവൈഡ് ബൈ 100 റുപ്പീസിനാണ് 8 കിട്ടുന്നത്. ദാറ്റ് മീൻസ് 8% എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡ് ബൈ 100. ഇത്രയുമാണ് നമ്മുടെ സ്റ്റോക്കിന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 46,000 കിട്ടുന്നത് 8 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 46,000 ആയിരിക്കും വരുന്നത്. പിന്നെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ഇതിവിടെ പറഞ്ഞേക്കാം. മാർക്കറ്റ് വാല്യൂ നമുക്കുള്ള സ്റ്റോക്കിന് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ടൈമിലുള്ള വാല്യൂ ആണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അത് ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. സോ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഹൗ മച്ച് മണി ഷുഡ് ബി ഇൻവെസ്റ്റഡ് ടു പർച്ചേസ് ₹9600, അതായത് 96,000 സ്റ്റോക്ക് അറ്റ് 95. സോറി 9,600 സ്റ്റോക്ക് ആയിട്ട് 95. അപ്പൊ ഇവിടെ വരുമ്പോൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് നോക്കി, ഇവിടെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുള്ളൂ. മാർക്കറ്റ് വാല്യൂ ഓഫ് ₹100 സ്റ്റോക്ക് എന്ന് പറയുന്നത് 95 ആണ്. കാരണം നമുക്കിവിടെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ മാർക്കറ്റ് വാല്യൂ ഓഫ് 100 രൂപയ്ക്ക് 100 സ്റ്റോക്കിന് 95 ആണ്. അപ്പം മാർക്കറ്റ് വാല്യൂ ഓഫ് 9,600 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 95 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 96. അതായത് ഹൗ മച്ച് മണി ഷുഡ് ബി ഇൻവെസ്റ്റഡ് ടു പർച്ചേസ്
₹9,600 സ്റ്റോക്ക് അറ്റ് 95. അപ്പോൾ ഈ വാല്യൂ ആണ് സ്റ്റോക്കിന് 95 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സ്റ്റോക്കിന് 95 റുപ്പീസ് ആണ് വരുന്നത്. സോ ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 95/100 വരും. ഇൻറ്റു നമുക്കിവിടെ മാർക്കറ്റ് വാല്യൂ ഓഫ് റുപ്പീസ് ഈ 9,600 സ്റ്റോക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഇൻറ്റു ഇത് വരും. കണ്ടീഷൻ മനസ്സിലായോ എങ്ങനെയാണ്? പിന്നെ ഷെയർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോക്കൺ ഡിബെഞ്ചർ. ഡിബെഞ്ചറിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരും. ഇപ്പൊ നമുക്ക് ഡിബെഞ്ചർ എന്താന്നുള്ളതൊന്ന് നോക്കാം. ഇപ്പൊ പ്രീവിയസ്ലി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഷെയർ കൊടുക്കുന്നതും അല്ലെങ്കിൽ ഷെയറിൽ കൂടെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയാണ് ഷെയർ വരുന്നത്. പിന്നെ നമുക്ക് ലോൺ, ഈ ഒരു കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ഷെയർ കൊടുക്കാം. ഷെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പബ്ലിക്കിൽ നിന്ന് ഷെയർ വെച്ചിട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം. പിന്നെ ലോൺ എടുക്കാം, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വരുന്നതാണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ലോൺ, അതായത് ഇറ്റ് സംടൈംസ് റേസ്ഡ് ത്രൂ ലോൺസ് ടേക്കൺ ഇൻ ദി ഫോം ഓഫ് ഡിബെഞ്ചർ. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ കടപ്പത്രം എന്ന് പറയും. അപ്പൊ ഈ കടപ്പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയെ ഒരു റിട്ടേൺ അക്നോളജ്മെന്റ് കൊടുക്കും. അതായത് അത് എത്ര ഫണ്ട് റേസ് ചെയ്തു അല്ലെങ്കിൽ എടുത്തു, കടമായിട്ട് എടുത്തു. അതുപോലെ തന്നെ ഒരു കോൺട്രാക്ട് ഉണ്ടാവും, കമ്പനിക്ക് ഇത്ര എമൗണ്ട് പേ ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര ഇൻട്രസ്റ്റ് പേ ചെയ്യാം, ഇത്ര ടൈമിനുള്ളിൽ പേ ചെയ്ത് തീർക്കാം. ഇങ്ങനെയുള്ള കേസിൽ ഒരു കമ്പനിയുടെ കേസാണ് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലോൺ എന്ന് തന്നെ പറയാം. പക്ഷെ ഇതൊരു ബിസിനസിന്റെ കേസ് വരുമ്പോൾ അത് നമുക്ക് ഡിബെഞ്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ ക്രെഡിറ്റേഴ്സ് ആണ്, അതായത് കമ്പനിക്ക് ഫണ്ട് കൊടുക്കുന്നവരാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആർ therefore creditor ഓഫ് ദി കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ഫണ്ട് കൊടുത്തവരാണ് ഈ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്നും ഡെബിറ്റ് എന്നും കേട്ടിട്ടുണ്ടല്ലോ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ കേസിൽ ഇപ്പൊ കമ്പനിക്ക് ഫണ്ട് കൊടുക്കുന്ന ആൾക്ക് നമുക്ക് ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ഡെബിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പേ ചെയ്യാനുള്ള ആളെയാണ്, കടം മേടിച്ച ആളെയാണ് ഡെബിറ്റർ എന്ന് പറയുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബെഞ്ചർ. ഡിബെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയാണ് ഫണ്ട് മേടിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡെബിറ്റ് ടേക്കൺ ബൈ ദ കമ്പനി ആൻഡ് ദെയർഫോർ ഹോൾഡർ ഓഫ് എ സച്ച് എന്ന് പറയുന്നത് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയും. ഇവിടെയോ ഷെയർ ഹോൾഡർ എന്ന് പറയും.
പിന്നെ ഇവിടെ ഈ ക്യാപിറ്റൽ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർക്ക് ഒരു ഓണർഷിപ്പ് വരുന്നുണ്ട്. പക്ഷെങ്കിൽ ഡിബെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻഡർ എന്ന് പറയും. അതായത് ഡിബെഞ്ചറിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് ആയിരിക്കാം, ബാങ്ക് കമ്പനിക്ക് ഫണ്ട് കൊടുക്കുന്നു, അപ്പൊ അതുകൊണ്ട് ലെൻഡർ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർക്ക് ഒരു ഓണർഷിപ്പ് അവിടെ വരുന്നുണ്ട്. പിന്നെ റിട്ടേൺ എങ്ങനെയാന്നുള്ളതാണ് വരുന്നത്. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ കേസിൽ ഒരു ഡിവിഡൻഡ് പേ ഔട്ട് നടക്കുന്നുണ്ട്. അതായത് ഡിവിഡൻഡ് വാല്യൂ പേ ചെയ്യുന്നുണ്ട് ഷെയർ ഹോൾഡർക്ക്. ഇവിടെ വരുന്നത് ഡിവിഡൻഡ് അല്ല, ഇവിടെ ഇൻട്രസ്റ്റ് ആണ്. അതായത് ബാങ്ക് ഇപ്പം ഒരു കമ്പനിക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ടിന് ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ആ ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് ഒരു ഏർണിങ് വരുന്നത്, ബാങ്കിന് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സിന്റെ കേസിൽ കമ്പനിയുടെ പ്രോഫിറ്റ് അനുസരിച്ചായിരിക്കും ഡിവിഡൻഡ് പേ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ലോസ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് അത് പേ ചെയ്യണം. പിന്നെ റീപേയ്മെന്റ് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും കറക്റ്റ് ആയിട്ട് അത് ഒരു സ്പെസിഫിക് പീരീഡിനുള്ളിൽ ആ പേയ്മെന്റ് എല്ലാം കറക്റ്റ് ഡ്യൂ ഡേറ്റ് എന്ന് പറയും. ഡ്യൂ ഡേറ്റിനുള്ളിൽ പേയ്മെന്റ് എല്ലാം ചെയ്തിരിക്കണം. ഇവിടെ നമുക്കറിയാം the amount of share is not repaid during the lifetime of the company except for preference share which is redeemed on due date. ഇവിടെ നമുക്കറിയാം ഡിവിഡൻഡ് നമ്മൾ ഒരു ഡിവിഡൻഡിന് നമുക്ക് അതനുസരിച്ചിട്ടായിരിക്കും പ്രോഫിറ്റിന്റെ ഇതനുസരിച്ചിട്ടായിരിക്കും പേയ്മെന്റ് നടക്കുന്നത്. പിന്നെ ഷെയറും നമുക്ക് റിഡീമബിൾ ഉണ്ട്, ഇറിഡീമബിൾ എന്ന് പറയും. നമുക്ക് ചില ഷെയർസ് അതെനിക്ക് തോന്നുന്നു പ്രിഫറൻസ് ഷെയറിന് മാത്രമേ അങ്ങനെ ഓപ്ഷൻ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇത് ഷെയർ കൂട്ടി അതായത് ഷെയറിന്റെ വാല്യൂ നമുക്ക് റിഡീം ചെയ്തെടുക്കാം. അപ്പൊ അത് പ്രിഫറൻസ് ഷെയർസിന് മാത്രമേ അത് പറ്റുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിബെഞ്ചറിനെ വേണമെങ്കിൽ ഷെയർ ആയിട്ട് കൺവേർട്ട് എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഷെയറിനെ നമുക്ക് എനി കൈൻഡ് ഓഫ് സെക്യൂരിറ്റി, അതായത് സെക്യൂരിറ്റി മാർക്കറ്റിൽ പല ഇതുണ്ട്, സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പം പക്ഷെ ഷെയറിന്റെ കേസ് നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഇവിടെ നമുക്കറിയാം ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഡിസ്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇൻട്രസ്റ്റ് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ അത് പറ്റില്ല. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു വോട്ടിംഗ് റൈറ്റ് എന്ന് പറയും. വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഡിസിഷൻസിൽ, അപ്പം ഈ ഡിബെഞ്ചർ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻഡർ ആണ്. അപ്പം ഒരു കമ്പനി ബിസിനസിന്റെ കേസിൽ അവർക്ക് ഫണ്ട് വേണം റേസ് ചെയ്യാൻ വേണ്ടി ബാങ്കിൽ നിന്ന് വലിയൊരു എമൗണ്ട് എടുത്തു. പക്ഷെ ബാങ്കിന് കമ്പനിയുടെ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാനോ അല്ലെങ്കിൽ കമ്പനിയുടെ ഡിസിഷൻസിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനാണ് വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ബോർഡ് ഓഫ് മീറ്റിംഗ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതായത് ടോപ്പ് മാനേജ്മെന്റിലുള്ള അതായത് കമ്പനിയുടെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തവരാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസിലൊക്കെ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ, കമ്പനിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഫ്യൂച്ചർ ആയിട്ട് എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്ന പുതിയ ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് വോട്ടിംഗ് റൈറ്റ് എന്ന് പറയാം. അവർക്കും ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു റൈറ്റ് കൊടുക്കും. അപ്പൊ അത് ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു ഇതുണ്ട്. പക്ഷെ ഇത് ബാങ്ക് എന്ന് പറയുന്ന അല്ലെ ഡിബെഞ്ചേഴ്സ് അവർക്ക് ആ ഒരു വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇനിയും ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്ന കുറച്ചുകൂടെ അതായത് ഷെയർ ട്രേഡിംഗ് എന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ എങ്ങനെയാണ് ഇതിനെ കുറിച്ചുള്ളത്?
ഈ ക്വസ്റ്റ്യന് നമുക്ക് വന്നിട്ട് ഹൗ മച്ച് മണി ഷുഡ് ബി ഇൻവെസ്റ്റഡ് ടു, നമുക്ക് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതില് ഈ ₹9600 എന്ന് പറയുന്നത്, അതായത് 9600 എന്ന് പറയുന്നത് ഇതൊരു സ്റ്റോക്കാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 9600 സ്റ്റോക്ക് അറ്റ് 95 എന്നാണ് പറയുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ 100 രൂപയുടെ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ 100 രൂപയുടെ ഇതെന്ന് പറയുന്നത് സ്റ്റോക്ക് 95 ആണെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. കാരണം അതാണ് ഇത് ഈസ് ഈക്വൽ ടു 95 എന്ന് പറയുമ്പോൾ 100 ഈസ് ഈക്വൽ ടു 95. 100 സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 95. അപ്പോൾ 1 സ്റ്റോക്ക് അങ്ങനെയാണെങ്കിൽ 9600, അതായത് 9600 സ്റ്റോക്ക് വരുവാണെങ്കിൽ എന്ത് ചെയ്യാം, 1 സ്റ്റോക്കിന്റെ കിട്ടി. അങ്ങനെയാണെങ്കിൽ 96 × 95/100. ഒരു കൺസെപ്റ്റ് ആണത്. അതായത് അതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും നമ്മൾ ആ കൺസെപ്റ്റ് ഒന്നുകൂടെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ആ 8% കാര്യം പറയുമ്പോൾ ഇവിടെ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ മാക്സിമം ഇത് ഇന്ന് തന്നെ ഒന്ന് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.